നമസ്കാരം. നക്ഷത്രഫലത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഇന്ന് ജനുവരി 31, 2024. അത്തം നക്ഷത്രമാണ്. ചന്ദ്രൻ കന്നി രാശിയിൽ സഞ്ചരിക്കുന്നു. ഓരോ രാശിക്കാർക്കും ഇന്നത്തെ ദിവസം എങ്ങനെയാണെന്ന് നോക്കാം. മേടം രാശി. അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം 6ാം ഭാവത്തിലാണ് ഇന്ന് ചന്ദ്രൻ്റെ സഞ്ചാരം. 3ാം ഭാവാധിപനാണ് 6ൽ സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരുമായി ഏതെങ്കിലും തരത്തിൽ ശത്രുതയോ പ്രശ്നങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യത ഇന്ന് കാണുന്നുണ്ട്. പ്രത്യേകിച്ചും സഹോദരിമാരുമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള കലഹമോ അഭിപ്രായ വ്യത്യാസമോ ഒക്കെ ഉണ്ടാകാം. പക്ഷേ വെറും താൽക്കാലികം മാത്രമാണ്. അതൊരു നീണ്ട കാലത്തേക്കൊന്നും അങ്ങനെ പോകുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. എന്നാൽ സാമ്പത്തികമായ നേട്ടം കാണുന്നു. കൂടുതൽ സാഹസികമായ തങ്ങളുടെ മനസ്സിനെ അവർക്ക് മറ്റ് കർമ്മമേഖലകളിലേക്ക് അഴിച്ചുവിടാൻ സാധിക്കുന്നത് കൊണ്ട് പ്രവർത്തന മേഖല കൂടുതൽ ദീപ്തമാക്കാൻ സാധിക്കുന്നു. വളരെ ക്രിയേറ്റീവായി തങ്ങളുടെ കർമ്മമേഖലയിൽ പ്രവർത്തിക്കാൻ സാധിക്കുന്നു. യാത്ര കൊണ്ട് ഗുണം കാണുന്നുണ്ട്. പ്രവർത്തനങ്ങളിൽ ഇവർക്ക് വളരെ നല്ല ദിവസമാണെന്ന്. കലഹത്തിൻ്റെ കാര്യം മാത്രം ശ്രദ്ധിക്കുക. ഇടവം രാശി. കാർത്തികയുടെ 2ാമത്തെ മുക്കാൽ, രോഹിണി, മകയിരത്തിൻ്റെ ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം 5ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ചന്ദ്രൻ സ്വാഭാവികമായിട്ടും ഇവർക്കിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ശാരീരികമായ അവശതയോ പ്രശ്നങ്ങളോ ഉണ്ടാക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. പ്രത്യേകിച്ചും കുടുംബത്തിലെ ഏറ്റവും അടുത്ത ബന്ധുക്കളുമായി ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ സന്താനങ്ങൾക്ക് ഞാൻ പറഞ്ഞു ശാരീരികമായ അവശതയാകാം. പക്ഷേ വിദ്യാഭ്യാസ സംബന്ധമായോ പഠന സംബന്ധമായോ മറ്റു ദോഷങ്ങളൊന്നും തന്നെ കാണുന്നില്ല. പുതിയ ജോലിയിലെ ചില സംവിധാനങ്ങൾ ഏതെങ്കിലും തരത്തിൽ മനസ്സു മടുപ്പിക്കാനുള്ളൊരു സാധ്യത കാണുന്നു ഇടവം രാശിയിലെ നക്ഷത്രക്കാർക്ക്. അതുകൊണ്ട് തങ്ങളുടെ ജോലി സ്ഥലത്ത് അങ്ങേയറ്റം കരുതലോടുകൂടി അങ്ങേയറ്റം മനസ്സ് തുറന്നുള്ള ഒരു രീതി കാണിക്കുക. ഏതെങ്കിലും തരത്തിലുള്ള ഈഗോയോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അത് വല്ലാത്ത തിരിച്ചടി ഉണ്ടാക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കണം. മിഥുനം രാശി. മിഥുനം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മകയിരത്തിൻ്റെ 2ാമത്തെ അര, തിരുവാതിര, പുണർദത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം മാതാവിൽ നിന്നോ അല്ലെങ്കിൽ മൂല കുടുംബത്തിൽ നിന്നോ ഒക്കെ ഏതെങ്കിലും തരത്തിലുള്ള അവശതയോ പ്രശ്നങ്ങളോ ഉണ്ടാകാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ മാതാവിൻ്റെ ആരോഗ്യകാര്യത്തിലും പ്രത്യേകം ശ്രദ്ധ വേണം. വാഹനം ഉപയോഗിക്കുമ്പോഴും മാതാവുമൊത്ത് പുറത്തേക്കൊക്കെ പോകുമ്പോഴും ശ്രദ്ധിക്കണം. അമ്മാവന്മാരുമായിട്ടും ചെറിയ കലഹത്തിനൊരു സാധ്യത കാണുന്നു. വീടുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള വരുമാന സാധ്യത വർദ്ധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പുതിയ കച്ചവടത്തിൻ്റെയോ ബിസിനസ്സിൻ്റെ പുതിയ രീതിയോ ഒക്കെ ചിന്തിക്കുന്നൊരു ദിവസമായിട്ട് കാണുന്നു. ജോലി സ്ഥലത്തും ഇവർക്ക് ചില നൂതനമായ ആശയങ്ങൾ കടന്നു വരുന്ന ദിവസമാണെന്ന്. സാമ്പത്തികമായിട്ട് ഗുണം കാണുന്നുണ്ട്. ശ്രദ്ധിക്കേണ്ടത് ആരോഗ്യ സംബന്ധമായി ഏറ്റവും വേണ്ടപ്പെട്ടവരുടെ കാര്യമാണ്. കർക്കിടകം രാശി. കർക്കിടകം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർദത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കുറച്ചുകൂടി ഉന്മേഷഭരിതമായി സ്വന്തം കർമ്മമേഖലയെ നേരിടുന്ന ഒരവസ്ഥ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായിട്ടുള്ള നേട്ടം കാണുന്നു. പ്രവർത്തനങ്ങളിൽ വിജയം കാണുന്നു. തങ്ങളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് മേലധികാരികൾക്കും സഹപ്രവർത്തകർക്കും വളരെയധികം ഇഷ്ടം തോന്നുന്ന ഒരു ദിവസം കൂടിയാണ്. അതുകൊണ്ട് തന്നെ കർമ്മമേഖലയിൽ അങ്ങേയറ്റം അവർക്ക് ഷൈൻ ചെയ്യാൻ സാധിക്കുന്ന ഒരു ദിവസം. പ്രവർത്തനങ്ങളിൽ കൂടുതൽ ഊർജ്ജസ്വലതയുണ്ടാകുന്നു. യാത്ര കൊണ്ട് ഗുണം കാണുന്നുണ്ട്. ബന്ധുമിത്രാദികളുമായി നല്ല രീതിയിൽ സഹവസിക്കുന്ന ദിവസം കൂടിയാണെന്ന്. പൊതുവെ ആശ്വാസകരം. സാമ്പത്തിക നേട്ടം. ചിങ്ങം രാശി. ചിങ്ങം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം 2ാം ഭാവത്തിലാണ് ചന്ദ്രൻ സഞ്ചരിക്കുന്നത്. 2ാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ധനപരമായി ദോഷമൊന്നും സംഭവിക്കില്ലെങ്കിലും പെട്ടെന്നുണ്ടാകുന്ന ചില ദേഷ്യം കൊണ്ടോ അല്ലെങ്കിൽ വൈകാരികമായ ചില പ്രശ്നങ്ങൾ കൊണ്ടോ ഉണ്ടാകാവുന്ന ചില അകൽച്ചകൾ, അത് പ്രത്യേകിച്ചും സുഹൃത്തുക്കളുമായോ അല്ലെങ്കിൽ വീട്ടുകാരുമായോ അയൽപക്കക്കാരുമായിട്ടോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ക്ഷുഭിതനാകാതിരിക്കാൻ പരമാവധി ശ്രമിക്കുക. വികാരാധിക്യം കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളെ ഒഴിവാക്കാൻ അങ്ങേയറ്റം ശ്രമിക്കുക. സ്വന്തം കർമ്മമേഖലയിലൊന്നും ദോഷം കാണുന്നില്ല. സാമ്പത്തികമായ നേട്ടത്തിനും ദോഷമൊന്നും കാണുന്നില്ല. അവനവൻ്റെ തന്നെ വാക്കും പ്രവൃത്തിയും മറ്റുള്ളവരെ ശത്രുതയുണ്ടാക്കുമെന്ന് മാത്രം ചിന്തിക്കുക. ഭാഗികമായി ഗുണം തന്നെയാണ് ഇന്നത്തെ ദിവസം. കന്നിരാശി. കന്നിരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രത്തിൻ്റെ 2ാമത്തെ മുക്കാൽ ഭാഗം, അത്തം, ചിത്രയുടെ ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസം ശുഭകരമാണ്. സാമ്പത്തികമായ നേട്ടവും പ്രവർത്തന വിജയവും കാണുന്നു. അതുപോലെ ഇന്ന് ആരംഭിക്കുന്ന പുതിയ പ്രവർത്തനങ്ങളോ പുതിയ ലക്ഷ്യങ്ങളോ ഒക്കെ തന്നെ നല്ല രീതിയിലായിരിക്കും അത് സമാപിക്കുക. അതിന് പ്രായോഗികമായി ഭാവിയിൽ ഗുണം കാണുന്നുണ്ട്. സാമ്പത്തികമായ നേട്ടം കാണുന്നു. ഏറ്റവും വെറുപ്പിച്ചു നിന്നവരെ പോലും ഇന്ന് അനുനയിപ്പിച്ച് കൂടെ കൊണ്ടുവരാൻ സാധിക്കുന്നൊരു ദിവസമാണ്. മാനസിക ഉല്ലാസവും മാനസിക സന്തോഷവും ഉള്ളതുകൊണ്ട് തന്നെ ശരീരം അത് പ്രകടമാക്കും. അതുകൊണ്ട് പ്രവർത്തന മേഖലയിൽ കൂടുതലായി ഇവർക്ക് ഇന്ന് വ്യാപരിക്കാൻ സാധിക്കുന്നു. അത് അതിലെ വിജയവും സാമ്പത്തിക നേട്ടത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. പൊതുവെ കന്നി രാശിക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണകരമാണ്.
തുലാം രാശി. തുലാം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്രയുടെ രണ്ടാമത്തെ അര, ചോതി, വിശാഖത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം ചിലവ് അല്പം കൂടിയിരിക്കുന്ന ദിവസമാണെന്ന്. 12ാം ഭാവത്തിൽ ചന്ദ്രൻ സഞ്ചരിക്കുമ്പോൾ ഇഷ്ടമില്ലാത്ത വ്യക്തികൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ അനിഷ്ടകരമായ കാര്യങ്ങൾ മറ്റാർക്കെങ്കിലും വേണ്ടിയോ ചെയ്യാൻ നിർബന്ധിതനാകുന്ന ദിവസമാണ്. അതുകൊണ്ട് വളരെ കരുതലോടുകൂടി കാര്യങ്ങൾ ചെയ്യുക. തങ്ങളുടെ പ്രവൃത്തിയിൽ ഏതെങ്കിലും തരത്തിലുള്ള വൈമുഖ്യം കാണിച്ചാൽ അതിന് ഏതെങ്കിലും തരത്തിലുള്ള ശിക്ഷയും കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷെ തൊഴിൽ നഷ്ടപ്പെടാം, അല്ലെങ്കിൽ അനാമത്ത് കാര്യങ്ങൾക്ക് പണം ചിലവാക്കി തങ്ങളുടെ പണം നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. മൂല്യമുള്ള, വിലപ്പെട്ട അല്ലെങ്കിൽ തങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട വസ്തുക്കൾ നഷ്ടപ്പെടാം. ചില ബന്ധങ്ങളിൽ വിള്ളലുണ്ടാകാം. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഇന്നത്തെ ദിവസം പ്രധാനപ്പെട്ട യാത്രകൾ മാറ്റിവെക്കുന്നതായിരിക്കും ഉചിതം. വൃശ്ചികം രാശി. വൃശ്ചികം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, അനിഴം, കേട്ട നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം 11ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ചന്ദ്രൻ എല്ലാ കാര്യങ്ങൾക്കും അനുഗ്രഹമായി മാറുന്ന അവസ്ഥയാണ് കാണുന്നത്. 11ാം ഭാവം പൊതുവെ വരുമാനത്തിൻ്റെയും നേട്ടത്തിൻ്റെയും വിജയത്തിൻ്റെയും സ്ഥാനമായതിനാൽ അവിടെ ശുഭഗ്രഹങ്ങളുടെ നില നല്ലതാണ്. അതുകൊണ്ട് പൊതുവെ ഇന്നത്തെ ദിവസം സാമ്പത്തിക നേട്ടവും പ്രവർത്തനങ്ങളിൽ വിജയവും, ചെയ്യുന്ന പ്രവൃത്തികളിലൊക്കെ തന്നെ മനസ്സിന് സംതൃപ്തി നൽകുന്ന ഒരു അവസ്ഥയും കിട്ടുന്നുണ്ട്. ബന്ധങ്ങളിൽ നല്ല ഒരു സമാശ്വാസം കിട്ടുന്ന ദിവസമാണ്. വേണ്ടപ്പെട്ടവരെ കാണുന്നു, ഇഷ്ടപ്പെട്ടവരെ കാണാൻ സാധിക്കുന്നു, യാത്ര കൊണ്ട് ഗുണം കാണുന്നു. പൊതുവെ ഗുണകരം തന്നെയാണ് വൃശ്ചികം രാശിക്കാർക്ക് ഇന്നത്തെ ദിവസം. ധനുരാശി. ധനുരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം കർമ്മഭാവത്തിലാണ് ചന്ദ്രൻ്റെ സഞ്ചാരം. പൊതുവേ ഗുണകരം തന്നെയാണ്. ധനുരാശിക്കാർക്ക് വ്യാഴത്തിൻ്റെ 5ലെ നിലയും ശനിയുടെ 3ലെ നിലയും ഒക്കെ നല്ലതാണ്. വീട്ടിൽ ചില ചെറിയ അസ്വാരസ്യങ്ങൾ ഉണ്ടാകുന്നതൊഴിച്ചാൽ, പ്രത്യേകിച്ചും ജീവിത പങ്കാളിയുമായോ അല്ലെങ്കിൽ മാതാവുമായോ അതുമല്ലെങ്കിൽ ഒരുപക്ഷെ വീട്ടിലെ സ്ത്രീ സാന്നിധ്യങ്ങളുമായോ ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത മാത്രമേ കാണുന്നുള്ളൂ. അതുതന്നെ മനസ്സിന് വല്ലാത്ത ഉലച്ചിലുണ്ടാക്കാം. എന്നാൽ കർമ്മ മേഖലയിൽ ഇതൊന്നും തന്നെ റിഫ്ലക്റ്റ് ചെയ്യില്ല. നല്ല രീതിയിൽ തങ്ങളുടെ പ്രവർത്തന മേഖലയിൽ ഇവർക്ക് ഇടപെടാൻ സാധിക്കും. അത് നല്ല സാമ്പത്തിക നേട്ടവും കാണിക്കുന്നുണ്ട്. അതുപോലെ തങ്ങളുടെ ലക്ഷ്യങ്ങൾ എല്ലാം തന്നെ നല്ല രീതിയിൽ ഇന്ന് സാധൂകരിക്കുമെന്നാണ് കാണുന്നത്. മകരം രാശി. ഉത്രാടത്തിൻ്റെ രണ്ടാമത്തെ മുക്കാൽ ഭാഗം, തിരുവോണം, ഔട്ടത്തിൻ്റെ ആദ്യത്തെ അര നക്ഷത്രങ്ങൾ ഇറങ്ങുന്ന മകരം രാശിക്കാർക്ക് 9ാം ഭാവത്തിലാണ് ചന്ദ്രൻ്റെ സഞ്ചാരം. 9ാം ഭാവത്തിൽ ചന്ദ്രൻ സഞ്ചരിക്കുമ്പോൾ ഭാഗ്യത്തിന് വലിയ ദോഷമൊന്നും ഉണ്ടാകില്ലെങ്കിലും പിതാവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഗുരുസ്ഥാനീയരായ വ്യക്തികളുമായി ബന്ധപ്പെട്ടോ രക്തബന്ധത്തിൽപ്പെട്ട കാരണവസ്ഥാനത്തുള്ളവരുമായി ബന്ധപ്പെട്ടോ ഒക്കെ ഈ നക്ഷത്രക്കാർക്ക് ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസമോ അവിടെ നിന്ന് മാറി നിൽക്കലോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത, അല്ലെങ്കിൽ ഈ പറഞ്ഞ വ്യക്തികൾക്ക് ശാരീരികമായ അവശതയോ അതുകൊണ്ട് ഈ നക്ഷത്രക്കാർക്ക് മാനസിക വിഷമമോ ഉണ്ടാകാം. വിദേശവുമായി ബന്ധപ്പെട്ട കുട്ടികളുടെയോ തങ്ങളുടെ തന്നെയോ പഠനവുമായി ബന്ധപ്പെട്ടും ചിലപ്പോൾ ചെറിയ മാറ്റങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായി ദോഷമൊന്നും കാണുന്നില്ല. കുംഭം രാശി. കുംഭം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ അവിട്ടത്തിൻ്റെ രണ്ടാമത്തെ അര, ചതയം, പൂരുരുട്ടാതിയുടെ ആദ്യത്തെ മുക്കാൽ ഭാഗം. കാര്യങ്ങൾക്ക് തടസ്സമുണ്ട്. അഷ്ടമഭാവത്തിൽ സഞ്ചരിക്കുന്ന ചന്ദ്രൻ ഒന്നുകിൽ ശാരീരികമായ അവശതയോ അലർജി സംബന്ധമായ അസുഖം കൊണ്ടോ ചിലപ്പോൾ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താനുള്ള സാധ്യത കാണുന്നു. ഇഷ്ടപ്പെട്ട വ്യക്തികളുമൊത്ത് ചില അഭിപ്രായ വ്യത്യാസങ്ങളോ കലഹമോ ഉണ്ടാകുന്നതുകൊണ്ട് അത് മനസ്സിന് വലിയൊരു വിഘാതമായി മാറാം. അതുമല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസുഖം നിമിത്തം പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. തങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ചില കർമ്മങ്ങൾ ചെയ്യേണ്ടി വരുമെന്ന് കാണുന്നു ഇന്നത്തെ ദിവസം. അതുകൊണ്ട് തന്നെ ഇന്ന് ഒരു പൊട്ടൻഷ്യാലിറ്റി കുറഞ്ഞ ദിവസമായിട്ട് വേണം കുംഭം രാശിക്കാർ കാണാൻ. സാമ്പത്തികമായിട്ട് അപ്രതീക്ഷിതമായി ചില ഗുണങ്ങൾ കിട്ടുമെങ്കിലും അതൊന്നും തൃപ്തികരമാവണമെന്നില്ല. മീനം രാശി. മീനം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരുരുട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടസ്ഥാനത്താണ് ചന്ദ്രൻ്റെ സഞ്ചാരം. തങ്ങളുടെ മനസ്സിന് ഇണങ്ങുന്ന വ്യക്തികളുമായി ബന്ധപ്പെട്ട് ഇന്ന് അവരുടെ കർമ്മ മേഖലയിൽ അവർക്ക് വിരാജിക്കാൻ സാധിക്കുന്ന ദിവസമാണ്. ഏതെങ്കിലും തരത്തിലുള്ള ചതിയോ വഞ്ചനയോ സഹപ്രവർത്തകരിൽ നിന്നോ അല്ലെങ്കിൽ തങ്ങളുടെ സബോർഡിനേറ്റ്സിൽ നിന്നോ നേരിടേണ്ടി വന്നവർക്ക് ഇന്ന് അതിനൊരു മാറ്റം പ്രതീക്ഷിക്കാം. ഒരുപക്ഷെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന തരത്തിൽ ചില പുതിയ വ്യക്തികളുമായുള്ള സമാഗമം ഇവർക്കൊന്ന് കൂടുതൽ മനസ്സിന് സന്തോഷം നൽകും. അതുകൊണ്ട് തന്നെ പ്രവർത്തനങ്ങളിൽ വിജയം, യാത്രാഗുണം, സാമ്പത്തിക നേട്ടം ഇത് കാണുന്നു. ഇതോടുകൂടി ഇന്നത്തെ നക്ഷത്രഫലം ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാവർക്കും ഐശ്വര്യസമ്പൂർണ്ണമായൊരു ദിവസം ആശംസിക്കുന്നു. വീണ്ടും കാണാം അടുത്ത ദിവസം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.